ഹായ് ഓൾ, SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERT സോഷ്യൽ സയൻസിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സയൻസ് ഏറ്റവും പുതിയ 10ാം ക്ലാസ്സിലെ 2025 മാറി വന്ന പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ യൂണിറ്റാണ്, 3ാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കേട്ടിട്ട് സോഷ്യൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാ PSC എക്സാമിനും പ്രത്യേകിച്ച് HSA സോഷ്യൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. വെറുതെ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ഓർമ്മയിൽ ഇതൊന്നും നിൽക്കില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ പലരും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ, കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ HSAക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് HSA എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. HSA സോഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലുണ്ട്. കേട്ടിട്ടിന് വേണ്ടിയിട്ട് പിന്നെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. ഓക്കെ. അതുപോലെ നമ്മുടെ കേട്ടിട്ട് സോഷ്യൽ സയൻസ് അതുപോലെ സെറ്റ് ഹിസ്റ്ററി ബാച്ചിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ PDF ബാച്ചാണ്. ഡെയിലി PDF നോട്ട് അയച്ചു തരുന്ന ബാച്ചാണ്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സമൂഹശാസ്ത്ര സങ്കല്പവും സാമൂഹിക വിശകലനവും എന്നൊരു ഭാഗമാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് സോഷ്യൽ അനാലിസിസ്. എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെയും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും. എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹികപരമായിട്ടുള്ള കാരണങ്ങളെയും നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ കണ്ടെത്താൻ കഴിയും. സാമൂഹിക ഘടനകൾ എങ്ങനെയാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങളെയും ജീവിതാവസ്ഥയെയും നോക്കിക്കാണാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നു. ഓക്കെ. വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് സ്വന്തം അനുഭവങ്ങളെയും നമ്മുടെ എക്സ്പീരിയൻസിനെയും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയും നോക്കിക്കാണാനും നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നുണ്ട്. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് നോക്കാം. വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു. ഓക്കെ. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരാൾ വാഹനാപകടത്തിൽപ്പെടുന്നത് അയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണോ? മറ്റു കാരണങ്ങൾ അതിന് പിന്നിലുണ്ടാവില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രാഫിക് നിയമലംഘനം, വാഹനപ്പെരുപ്പം, ജനസംഖ്യക്ക് അനുസൃതമായ സഞ്ചാര സൗകര്യമില്ലായ്മ, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിൻ്റെ വീഴ്ച, റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി, ഇതെല്ലാം എന്തിന് കാരണങ്ങളായിട്ടുണ്ട്? ഒരു ആക്സിഡൻറ്റിന് പിന്നിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. വ്യക്തിഗത പ്രശ്നങ്ങളെ മറ്റ് സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിയുന്നതിനും അതിലൂടെ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നതിനും എന്തിലൂടെ സാധിക്കുന്ന സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നു. വ്യക്തിഗത പ്രശ്നങ്ങളെ, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെയും മറ്റ് സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിയുന്നതിനും അതിലൂടെ ഈ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നതിനും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നുണ്ട്. ആത്മഹത്യാ നിരക്കും സമൂഹവും. സൂയിസൈഡ് റേറ്റ് ആൻഡ് സൊസൈറ്റി. ആത്മഹത്യയെ വ്യക്തിപരമായ കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായ എമിൽ തുർക്കിയും അതിനു പിന്നിലെ സാമൂഹിക കാരണങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത്. തൻ്റെ പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരി സാമൂഹിക കാരണങ്ങളുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുസ്തകത്തിൻ്റെ പേര് നോട്ട് ചെയ്യുക. സൂയിസൈഡ് എന്ന കൃതി രചിച്ചത് എമിൽ തുർക്കിയുമാണ്. അദ്ദേഹത്തിൻ്റെ കാലയളവായിട്ട് പറയുന്നത് 1858 മുതൽ 1917 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്ന നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിൻ്റെ കൃതിയും നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു.
ഒരു പട്ടിക തന്നിട്ടുണ്ട്. ലിംഗപദവി അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു കണക്ക് തന്നിട്ടുണ്ട്. 2017 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ ലിംഗപദവി അഥവാ ജെൻഡർ അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ സാമ്പത്തിക പുരോഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് എന്ത്? തൊഴിൽ പങ്കാളിത്തം. വിവിധ വർഷങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ പങ്കാളിത്ത നിരക്കുകൾ തമ്മിലുള്ള വിടവ് ശ്രദ്ധിച്ചില്ലേ? തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കുറയാൻ കാരണം അവർ മുന്നോട്ട് വരാത്തതാണെന്ന സാമാന്യ ബോധജ്ഞാനത്തിനപ്പുറത്ത് മറ്റു ഘടകങ്ങൾ കൂടിയുണ്ടെന്ന് ചിന്തിക്കാൻ നമ്മളെ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം കുറവായത് എന്തുകൊണ്ടെന്ന് പരിശോധിച്ചാൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക ഘടകങ്ങൾ അതിന് കാരണമായുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. ചില സമൂഹങ്ങൾ പുരുഷന്മാർ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ട ഉത്തരവാദിത്വമുള്ളവരായി പ്രതീക്ഷിക്കുന്നു. കുടുംബത്തെ പരിപാലിക്കേണ്ടവരാണ് സ്ത്രീകളെന്നും അതോടൊപ്പം കണക്കാക്കുന്നു. സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ പരിമിതപ്പെടുത്തുന്ന ലിംഗപദവി അടിസ്ഥാനപ്പെടുത്തിയുള്ള വഴക്കമാണിത്. ജെൻഡർ നോംസ്. ഇത് കാരണം സ്ത്രീകൾക്ക് വരുമാനമുള്ള തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ത്രീകളുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥയ്ക്ക് ഇത് കാരണമാകുന്നു. ചില സമൂഹങ്ങളിൽ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടുതൽ ലഭിക്കുകയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കുറയുകയും ചെയ്യുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥയും അതുവഴി തൊഴിൽ പങ്കാളിത്തത്തിൽ കുറവ് സംഭവിക്കുന്നതിന് കാരണമാകുന്നു. തൊഴിൽ പങ്കാളിത്തത്തിലെ ലിംഗപദവി വിടവിന് കാരണം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ ഘടകങ്ങളെ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും. വ്യക്തിഗത പ്രശ്നങ്ങളുടെ സാമൂഹിക ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്തായിരുന്നു? സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു. സ്വയം പ്രതിഫലിക്കുക അല്ലെങ്കിൽ സ്വയം പ്രതിഫലനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഇഷാൻ എന്ന വ്യക്തി താൻ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ സംസാരിച്ച വാക്കുകൾ. അപ്പോൾ ഇഷാൻ എഞ്ചിനീയറിംഗ് ജോലി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ആരുടെയൊക്കെ സ്വാധീനം കൂടി ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തുന്നത്. അപ്പം അയാളുടെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, അധ്യാപകർ, മാതാപിതാക്കൾ, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ തീരുമാനത്തെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തിയപ്പോഴാണ് ഇഷാന് ഇത് കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞത്. സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണ്യമാണ് സ്വയം പ്രതിഫലനം അഥവാ സെൽഫ് റിഫ്ലെക്സിവിറ്റി. ഓക്കെ, അപ്പോൾ സ്വയം പ്രതിഫലനം നടത്തിയപ്പോഴാണ് ഇഷാൻ എന്ത് ലഭിച്ചത്? ഈ തിരിച്ചറിവ് ലഭിച്ചത്. അതായത് സ്വന്തം തീരുമാനങ്ങളെ, അതിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ ദോഷം എന്താണെന്നൊക്കെ ചിന്തിച്ച് സ്വയം വിമർശനാത്മകമായി വിലയിരുത്തുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും ഇത്തരം നിരീക്ഷണം നടത്താൻ സാധിക്കുന്നത്. സ്വയം പ്രതിഫലനം നടത്താൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. അനുതാപവും സഹിഷ്ണുതയും മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളോട് അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു ജനങ്ങളോട് നമുക്ക് ഒരു അനുതാപം ഉണ്ടാകുന്നതിനും അവരോടൊരു സഹിഷ്ണുത ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ വിശാലമായ സാമൂഹിക ഘടകങ്ങളുടെ സ്വാധീനം ആ കുട്ടിയുടെ പഠനത്തിലും സ്വഭാവത്തിലും കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുടുംബ പശ്ചാത്തലം, വിഭവങ്ങളുടെ പ്രാപ്യതക്കുറവ്, ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് കൂടുതൽ അനുതാപം ഉണ്ടാവുകയും ആ കുട്ടിക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ അനുഭവങ്ങൾക്ക് പിന്നിലെ സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് വൈവിധ്യമാർന്ന വീക്ഷണങ്ങളിലൂടെ അവയെ സമീപിക്കാൻ സാധിക്കുന്നു. അതിലൂടെ അനുതാപവും സഹിഷ്ണുതയും മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അപ്പോൾ ആ ഒരു രീതിയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? സാമൂഹിക ശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വിമർശനാത്മക ചിന്ത വളർത്തുന്നതിനും ഈ ഒരു സങ്കല്പം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളില്ല, ഈ ഒരു പോയിന്റ് മാത്രം പഠിച്ചു പോകുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ്, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശേഷി നമുക്ക് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഈ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്, പദസൂര്യൻ പോലെ കൊടുത്തിട്ടുണ്ട്. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വിശാലമായ വ്യക്തിഗത വീക്ഷണം, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു,
സെൽഫ് റിഫ്ലെക്സിവിറ്റിക്ക് സാധ്യമാകുന്നു, അല്ലെങ്കിൽ സ്വയം പ്രതിഫലനം നടത്താൻ സഹായിക്കുന്നു, അനുതാപവും സഹിഷ്ണുതയും ഉണ്ടാക്കുന്നു, വിമർശനാത്മകമായി ചിന്തിക്കാൻ സഹായിക്കുന്നു, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും. നെക്സ്റ്റ്, സമൂഹശാസ്ത്രം അതിൻ്റെ അറിവ് തേടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിന് അതീതമായാണ്. സമൂഹശാസ്ത്രപരമായ അന്വേഷണത്തിൽ നിന്ന് സാമാന്യ ബോധജ്ഞാനം, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, മനസ്സിലാക്കാനും വിശദീകരിക്കാനും സാധിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും. ഈ പരസ്പര ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായ ആശയങ്ങളുമാണ്. ഈ ആശയങ്ങൾ രണ്ടും സമന്വയിപ്പിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹവുമായി വിമർശനാത്മകമായി ഇടപഴകാനും സാമാന്യബോധത്തിൽ മാത്രം അധിഷ്ഠിതമായ നിലപാടുകൾ ഒഴിവാക്കാനും സാധിക്കുന്നു. ഇതിലൂടെ വ്യക്തികൾക്ക് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും സാമൂഹിക പെരുമാറ്റങ്ങളുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും എല്ലാം സങ്കീർണതകളെ വിവേചിച്ചറിയാനും കഴിയുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ സാമാന്യബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നെക്സ്റ്റ് ഒരു ടേബിളിൽ കാണിക്കുന്നത്. രണ്ടിൻ്റെയും സവിശേഷതകൾ പറയുന്നുണ്ട്. സാമാന്യബോധജ്ഞാന സമീപനം, കോമൺ സെൻസ് നോളജ് അപ്രോച്ചും, അടുത്ത കോളത്തിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച് അഥവാ സമൂഹശാസ്ത്ര സങ്കല്പ സമീപനം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആദ്യ കോളത്തിലുള്ളത് വായിക്കാം. വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലുമായി പരിമിതപ്പെട്ടിരിക്കുന്നു. നമ്മളൊരു കാര്യത്തെ ചിന്തിക്കുന്നത് നമ്മുടെ സ്വന്തം ആ ഒരു വ്യൂ പോയിന്റിലാണ്. അതേസമയം വ്യക്തിഗത അനുഭവങ്ങളെ സമൂഹശാസ്ത്ര സങ്കല്പത്തിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ അതിൻ്റെ വ്യാപ്തി വലുതാണ്. അവിടെ നമ്മൾ മറ്റ് ഫാക്ടേഴ്സിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, അതുമായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ സാമാന്യ ബോധജ്ഞാന സമീപനത്തിൽ പലപ്പോഴും വാർപ്പ് മാതൃക, നേരത്തെ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഉപരിതല വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. അതേസമയം സമൂഹശാസ്ത്ര സങ്കല്പത്തിലാണെങ്കിലോ സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല. അതേസമയം വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സൂക്ഷ്മ സ്ഥൂല ബന്ധങ്ങൾ, മാക്രോ റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നതിന് സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള മൈക്രോ ആൻഡ് മാക്രോ റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നതിന് സഹായിക്കുന്നു. സമൂഹശാസ്ത്ര സങ്കല്പം നമ്മെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നു. വ്യക്തി ജീവിതവും സാമൂഹിക ഘടനകളും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധം മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായ ഒരു ഉപകരണവും നൈപുണ്യവും സമീപനവുമായി സമൂഹശാസ്ത്ര സങ്കല്പം മാറുന്നു. നെക്സ്റ്റ്, കുട്ടികൾക്കുള്ളൊരു പ്രവർത്തനം പോലെയാണ്, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കാനില്ല. ഈ കോൺസെപ്റ്റുകൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ള സൂയിസൈഡ് എന്ന് പറയുന്ന കൃതി എഴുതിയത് എമിൽ തുർക്കിയുമാണ്. അതുപോലെ ചാൾസ് റൈറ്റ് എന്ന് പറയുന്ന മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. അവരുടെ പുസ്തകങ്ങൾ നോട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തായിട്ട് 4ാമത്തെ ചാപ്റ്റർ നമ്മൾ നാളെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് വായിച്ചു പോയത്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകും. താങ്ക്